ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മണിക്ക ടെക്സ്റ്റ് ബുക്കിൻ്റെ 6th ചാപ്റ്ററായ തത്വമസിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് നോക്കിയാലോ. ഏകപദേന സംസ്കൃത ഭാഷയ ഉത്തരത്ത്. വൺ വേർഡിൽ സംസ്കൃത ഭാഷയിൽ എഴുതുക. അതായത് ആൻസർ ഇൻ വൺ വേർഡ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ശ്വേതകേതുഹു കസ്യ പുത്രഃ ആസീത്. ശ്വേതകേതു ആരുടെ മകനായിരുന്നു? ആരുണേഹി. ശ്വേതകേതുഹു കം ഉപേത്യ വേദാൻ അപഠത്. ശ്വേതകേതു ആരുടെ അടുത്തേക്ക് പോയിട്ടാണ് വേദങ്ങൾ പഠിച്ചത്? ആചാര്യം. പിതാ കേന തത്വജ്ഞാനം പ്രതിപാദയതി. പിതാവ് എന്താലാണ് തത്വജ്ഞാനം പറഞ്ഞു കൊടുത്തത്? ദൃഷ്ടാന്തേന, ദൃഷ്ടാന്തത്തിലൂടെ. ആരുണീഹി ശ്വേതകേതും കിം ആനേതും ആദിശത്. ആരുണി ശ്വേതകേതുവിനോട് എന്ത് കൊണ്ടുവരാനാണ് ആജ്ഞാപിച്ചത്? നഗ്രോധഫലം, ആൽമരത്തിൻ്റെ പഴം, ആൽമരത്തിൻ്റെ ഫലം. ശ്വേതകേതുഹു നഗ്രോധഫലേ കിം അപശ്യത്. ശ്വേതകേതു ആലിൻ്റെ ആ ഫലത്തിൽ, ആ ഫ്രൂട്ടിൽ എന്താണ് കണ്ടത്? ബീജാനി, അരികൾ. സ്ഥൂലം ജഗത് കസ്മാത് ഉദ്ഭവതി. വിശാലമായ ലോകം എന്താലാണ് ഉണ്ടാവുക? അനിമ്നഃ, സൂക്ഷ്മതത്വത്താൽ. പിതാ നഗ്രോധഫലസ്യ ദൃഷ്ടാന്തേന കിം പ്രതിപാദയതി. പിതാവ് ആൽഫലത്തിൻ്റെ ഉദാഹരണത്തിലൂടെ എന്താണ് മനസ്സിലാക്കി കൊടുത്തത്? തത്വജ്ഞാനം, തത്വജ്ഞാനമാണ്. അടുത്ത ചോദ്യം നോക്കാം. പൂർണ്ണവാക്യേന സംസ്കൃത ഭാഷയ ഉത്തരത്ത്. കംപ്ലീറ്റ് സെൻറ്റൻസിൽ സംസ്കൃത ഭാഷയിൽ എഴുതുക. ശ്വേതകേതുഹു വിദ്യാപ്രാപ്യം കിം അമന്യത്. ശ്വേതകേതു വിദ്യ പ്രാപ്തമാക്കിയിട്ട് എന്താണ് കരുതിയത്? ശ്വേതകേതുഹു വിദ്യാം പ്രാപ്യ അമന്യത് യത്. ശ്വേതകേതു വിദ്യ പ്രാപ്തമാക്കിയിട്ട് കരുതിയത് എന്താണെന്ന് വെച്ചാൽ അഹം സർവശ്രേഷ്ഠഃ, ഞാൻ സർവശ്രേഷ്ഠനാണ് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആരുണീഹി ശ്വേതകേതും കം പ്രശ്നം അപൃച്ഛത്. ആരുണി ശ്വേതകേതുവിനോട് എന്ത് ചോദ്യമാണ് ചോദിച്ചത്? ആരുണീഹി ശ്വേതകേതും അപൃച്ഛത് യത്. ആരുണി ശ്വേതകേതുവിനോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ജാനാസി കിം തത്. അത് നിനക്കറിയാമോ? യേന ശ്രുതേന അന്യത് അശ്രുതമപി ശ്രുതം ഭവതി, അമതം മതം, അവിജ്ഞാത ച വിജ്ഞാതം ഭവതി ഇതി. അതായത് എന്തിനാലാണോ കേൾക്കുന്നതിലൂടെ കേൾക്കാത്തത് പോലും കേൾക്കുകയും ചിന്തിക്കാത്തത് പോലും ചിന്തിക്കുകയും അനിശ്ചിതമായത് നിശ്ചിതമായി തീരുകയും ചെയ്യുക എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സർവേഷു ദേഹേഷു കഃ അസ്തി യഃ അജരഃ അമരശ്ച. എല്ലാ ശരീരത്തിലും ശാശ്വതവും അനശ്വരവുമായത് ആരാണ്? സർവേഷു ദേഹേഷു ആത്മാ അസ്തി യഃ അജരഃ അമരശ്ച. എല്ലാ ശരീരങ്ങളിലും ആത്മാവ് തന്നെയാണ് ശാശ്വതവും അനശ്വരവുമായിട്ട് ഉള്ളത്. അടുത്ത നോക്കാം. വസ്തുതഃ വടബീജേ കഃ തിഷ്ഠതി. വാസ്തവത്തിൽ ആലിൻ്റെ അരിയിൽ എന്താണുള്ളത്? വടബീജേ മഹാൻ സ്ഥൂലഃ ശാഖാദിമാൻ നഗ്രോധഃ വടഃ ഉത്പന്നഃ സൻ തിഷ്ഠതി. ആലിൻ്റെ അരിയിൽ വലിയ വിശാലമായ ശാഖകളുള്ള ആൽമരമാണ് ഉണ്ടാവുന്നത്. അതാണ് ഉണ്ടാക്കൊണ്ടേ ഇരിക്കുക. ജഗതി കിം സത് അസ്തി. ലോകത്ത്
എന്താണ് സത്യം? ജഗതി ആത്മാ ഏവ സത് അസ്തി. ലോകത്ത് ആത്മാവ് തന്നെയാണ് സത്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത വാക്യേഷു സ്ഥൂലാക്ഷര പദാനി ആധാരീകൃത്യ പ്രശ്നനിർമ്മാണം കുറുത്ത്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ബോൾഡ് വേർഡ്സിൽ എഴുതിയേക്കുന്നത് അടിസ്ഥാനമാക്കിയിട്ട് ചോദ്യം ഉണ്ടാക്കുക. ആരുണീഹി ശ്വേതകേതുഹു പിതാ ആസീത്. ആരുണി ശ്വേതകേതുവിൻ്റെ അച്ഛനാണ്. അപ്പം ആരുടെ എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? ആരുണീഹി കസ്യ പിതാ ആസീത്. ആരുണി ആരുടെ അച്ഛനായിരുന്നു? ശ്വേതകേതുഹു ആചാര്യം ഉപേത്യ വേദാൻ അപഠത്. ശ്വേതകേതു ഗുരുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് വേദങ്ങൾ പഠിച്ചു. ആരുടെ അടുത്തേക്ക് പോയിട്ട് എന്നാണ് വരേണ്ടത് അല്ലേ? അപ്പം എങ്ങനെ എഴുതും? ശ്വേതകേതുഹു കം ഉപേത്യ വേദാൻ അപഠത്. ശ്വേതകേതു ആരുടെ അടുത്തേക്ക് പോയിട്ടാണ് വേദങ്ങൾ പഠിച്ചത്. 12 വർഷീയം തം പുത്രം ആരുണിഹി ഉവാച. 12 വയസ്സുകാരനായ ആ മകനോട് ആരുണി പറഞ്ഞു. ആര് പറഞ്ഞു എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? 12 വർഷീയം തം പുത്രം കഹ ഉവാച. 12 വയസ്സുകാരനായ ആ മകനോട് ആരാണ് പറഞ്ഞത്? അടുത്ത നോക്കാം. ശ്വേതകേതുഹു വേദാൻ ആദിത്യ ആഗച്ഛത്. ശ്വേതകേതു വേദങ്ങൾ പഠിച്ച് തിരിച്ചു വന്നു. ശ്വേതകേതുഹു കാൻ ആദിത്യ ആഗച്ഛത്. ശ്വേതകേതു എന്ത് പഠിച്ചിട്ടാണ് തിരികെ വന്നത്? വിദ്യാപ്രാപ്യ സ ആത്മാനം സർവശ്രേഷ്ഠം അമന്യത്. വിദ്യ പ്രാപ്തമാക്കിയിട്ട് അവൻ സ്വയത്തെ സർവശ്രേഷ്ഠനായി കരുതി. ആരെ കരുതി എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? വിദ്യാപ്രാപ്യ സ കം സർവശ്രേഷ്ഠം അമന്യത്. വിദ്യ പ്രാപ്തമാക്കിയിട്ട് അവൻ ആരെയാണ് സർവശ്രേഷ്ഠനായി കരുതിയത്? ഉദ്ധത സ്വഭാവഃ സ പിതുഃ സകാശം ആഗച്ഛത്. അഹങ്കാരി സ്വഭാവമുള്ള അവൻ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ആരുടെ അടുത്തേക്ക് വന്നു എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? ഉദ്ധത സ്വഭാവഃ സ കസ്യ സകാശം ആഗച്ഛത്. അഹങ്കാരി സ്വഭാവമുള്ള അവൻ ആരുടെ അടുത്തേക്കാണ് വന്നത്? അടുത്ത നോക്കാം. പിതാ ദൃഷ്ടാന്തേന തത്വജ്ഞാനം പ്രതിപാദയതി. അച്ഛൻ ഉദാഹരണത്തിലൂടെ തത്വജ്ഞാനം മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ എന്ത് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ പറയേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? പിതാ ദൃഷ്ടാന്തേന കിം പ്രതിപാദയതി. അച്ഛൻ ഉദാഹരണത്തിലൂടെ എന്താണ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ശ്വേതകേതുഹു ന്യഗ്രോധസ്യ ഫലം ആഹരതി. ശ്വേതകേതു ആലിൻ്റെ ഫലം കൊണ്ടുവരുന്നു. എന്തിൻ്റെ എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? ശ്വേതകേതുഹു കസ്യ ഫലം ആഹരതി. ശ്വേതകേതു എന്തിൻ്റെ ഫലമാണ് കൊണ്ടുവരുന്നത്? ശ്വേതകേതുഹു ഫലേ ബീജാനി പശ്യതി. ശ്വേതകേതു ഫ്രൂട്ടിൽ അരികൾ കാണുന്നു. എന്തിൽ കാണുന്നു എന്ന് വരാം, എവിടെ കാണുന്നു എന്നും വരാം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തെഴുതണം കേട്ടോ. എങ്ങനെ എഴുതും? ശ്വേതകേതുഹു കസ്മിൻ ബീജാനി പശ്യതി. ശ്വേതകേതു എന്തിലാണ് അരികൾ കാണുന്നത്? അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ശ്വേതകേതുഹു കുത്ര ബീജാനി പശ്യതി. ശ്വേതകേതു എവിടെയാണ് അരികൾ കാണുന്നത്? അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത പ്രശ്നാൻ യഥാനിർദ്ദേശം ഉത്തരത്ത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് എഴുതുക. നോക്കാം. ത്വം കുലാന്നനുരൂപം ഉദ്ധതഃ അസി. അത്ര അസി ഇതി ക്രിയാപദസ്യ കർത്തൃപദം കിം? ഇവിടെ അസി എന്ന
ക്രിയാപദത്തിൻ്റെ കർത്തൃപദം എന്താണ്? ത്വം. അനിമ്നഃ സ്ഥൂലം ജഗത് ഉദ്ഭവതി. വാക്യേ അസ്മിൻ വിശേഷണപദം കിം പ്രയുക്തം? ഈ സെൻറ്റൻസിൽ വിശേഷണപദമായി എന്താണ് പ്രയോഗിച്ചിരിക്കുന്നത്? സ്ഥൂലം. ഗുരും പ്രതി ഗച്ഛ അധ്യയനാർത്ഥം. അത്ര ക്രിയാപദം കിം? ഇവിടെ ക്രിയാപദം എന്താണ്? ഗച്ഛ. സമീപം ഇതി പദസ്യ കിം പര്യായപദം പാഠേ പ്രയുക്തം? സമീപം എന്ന പദത്തിന് എന്ത് പര്യായപദമാണ് പാഠത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്? സകാശം. അടുത്ത നോക്കാം. സൂക്ഷ്മഃ ഇതി പദസ്യ വിലോമപദം പാഠാത് ചിത്വാ ലിഖത്. സൂക്ഷ്മഃ എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എന്താണ്? സ്ഥൂലഃ. ആരുണീഃ പുത്രം വടബീജസ്യ അന്തഃ ദ്രഷ്ടും അകഥയത്. ആരുണി മകനോട് ആലിൻ്റെ സീഡിൻ്റെ അകത്ത് നോക്കാനായി പറഞ്ഞു. ആരുണീഃ ശ്വേതകേതുഃ വടഫലം ആനേതും അകഥയത്. ആരുണി ശ്വേതകേതുവിനോട് ആലിൻ്റെ പഴം കൊണ്ടുവരാനായി പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധോലിഖിത വാക്യാനി കഥാക്രമാനുസാരം പുസ്തികായാം ലിഖത്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് കഥയുടെ ക്രമം അനുസരിച്ച് പുസ്തകത്തിൽ നിന്ന് എഴുതുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്രമം അനുസരിച്ച് എങ്ങനെയാണോ ഇൻസിഡൻറ്റ് നടന്നത് അതെടുത്ത് എഴുതണം. ഓക്കെ, നോക്കാം. ശ്വേതകേതുഃ ഗുരോഃ സകാശാത് വേദാൻ അപഠത്. ശ്വേതകേതു ഗുരുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് വേദങ്ങൾ പഠിച്ചു. വേദാൻ അധീത്യ ശ്വേതകേതുഃ അമന്യത് അഹം ശ്രേഷ്ഠഃ അസ്മി. വേദങ്ങൾ പഠിച്ച് ശ്വേതകേതു കരുതി ഞാൻ ശ്രേഷ്ഠനാണ് എന്ന്. ആരുണീഃ ശ്വേതകേതുഃ വടഫലം ആനേതും അകഥയത്. അതിനുശേഷം എന്താ സംഭവിച്ചേ? ആരുണി ശ്വേതകേതുവിനോട് ആലിൻ്റെ ഫലം കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ആരുണീഃ പുത്രം വടബീജസ്യ അന്തഃ ദ്രഷ്ടും അകഥയത്. ആരുണി മകനോട് ആലിൻ്റെ അരിയുടെ അകത്ത് നോക്കാനായി പറഞ്ഞു. ആരുണീഃ ശ്വേതകേതും ആത്മനഃ വിഷയെ ഉപാദിശത്. ആരുണി ശ്വേതകേതുവിനോട് ആത്മാവിൻ്റെ വിഷയത്തെക്കുറിച്ച്, ആത്മാവെന്ന വിഷയത്തെക്കുറിച്ച് ഉപദേശിച്ചു. പിന്നെയോ ആത്മജ്ഞാനേന സർവം അവിജ്ഞാതം ജ്ഞാതം ഭവതി. ആത്മജ്ഞാനത്താൽ എല്ലാം അനിശ്ചിതമായതും നിശ്ചിതമായി തീരും. വസ്തുതഃ ജഗതി ആത്മാ ഏവ സത്. വാസ്തവത്തിൽ ഈ ലോകത്ത് ആത്മാവ് തന്നെയാണ് സത്യം. അടുത്ത ചോദ്യം നോക്കാം. ശബ്ദാനാം അർത്ഥൈഃ സഹ മേലനം കൃത്വാ ലിഖത്. വേർഡ്സിനെ അർത്ഥത്തിനോടൊപ്പം ചേർത്ത് എഴുതുക, മാച്ച് ചെയ്ത് എഴുതുക. ഓക്കെ, നോക്കാം. അധീത്യ പഠിത്വാ ആഹര ആനയ ഭിന്തി ഭേദനം കുരു അനിമ്ന സൂക്ഷ്മാത് ഉപേത്യ സമീപം ഗത്വാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാഠാത് ചിത്വാ വിപരീതാർത്ഥാൻ ലിഖത്. പാഠത്തിൽ നിന്ന് ഓപ്പോസിറ്റ് വേർഡ് കണ്ടെത്തി എഴുതുക. അധീത്യ അനധീത്യ, മതം അമതം, ദൂരം സകാശം, ശ്രുതം അശ്രുതം, വിജ്ഞാതം അവിജ്ഞാതം. അപ്പോൾ എല്ലാവർക്കും ഈ പാഠം നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതുവരെയും ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം, പോയി കാണുക.
ഓക്കെ, അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ടൊന്ന് എനേബിൾ ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്